നടക്കാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഭിന്നശേഷിക്കാരനായ കണ്ണൂർ എരഞ്ഞോളി സ്വദേശി ഗണേശൻ. വർഷങ്ങളായി ചെളി നിറഞ്ഞ ഇടവഴിയിലൂടെയാണ് ഗണേശന്റെ യാത്ര. വീട്ടിലേക്ക് കയറാനോ ഇറങ്ങി നടക്കാനോ നല്ലൊരു വഴിയില്ല. കൈകുത്തി മുട്ടിലിഴഞ്ഞാണ് ഗണേശന്റെ പുറത്തേക്കുള്ള യാത്ര. ആശുപത്രിയിൽ പോകുന്നതിനും പ്രദേശവാസികളുടെ താങ്ങുവേണം. ജന്മന മാനസിക വെല്ലുവിളി നേരിടുന്ന ആളും വികലാംഗനുമാണ് ഗണേശൻ. മഴക്കാലമായാൽ ചെളിവെള്ളത്തിലൂടെ ഇഴഞ്ഞാണ് ഗണേശന്റെ യാത്ര. വാഹനം കടന്നുപോകാനുള്ള സ്ഥലം മാത്രം അനുവദിച്ചാൽ മതിയെന്ന് നാട്ടുകാരും ബന്ധുക്കളും സമീപവാസിയോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സ്ഥലം വിട്ടു നൽകില്ലെന്ന വാശിയിലാണ്. ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ഗണേശന്റെ ബന്ധു പറഞ്ഞു. ഗണേശനും മാനസിക വെല്ലുവിളി നേരിടുന്ന മറ്റൊരു സഹോദരൻ വിനോദും വിജേഷുമാണ് വീട്ടിലുള്ളത്. വിദേശത്തുള്ള ഗണേശന്റെ മറ്റൊരു സഹോദരനാണ് ചിലവുകൾ വഹിക്കുന്നത്. 30 വർഷമായി ഈ ഒരു ചെറിയൊരു വഴിക്ക് 3 മീറ്ററേ ഉള്ളൂ. 3 മീറ്ററിലെ ഒരു വഴിക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും അപേക്ഷകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെ ഒരു നീതി എന്ന് പറഞ്ഞത് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. എൻ്റെ അനിയൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു കസേല എഴുതിയിട്ട് 4 പേര് പിടിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് വഴി നിർമ്മിക്കണമെന്നാണ് ഗണേശന്റെയും കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.